ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കണതാണ്. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പീസ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, 4 പച്ചമുളക്, ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയും അതിനകത്തേക്ക് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം എല്ലാനും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, വേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്, മുളക് 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്, എല്ലാം ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം കേട്ടോ. ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചീനച്ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം എല്ലാനും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കണില്ല, എല്ലാനും ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇതോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റ തവണയാണ് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്കിനി ഇളക്കി യോജിപ്പിച്ചിട്ട് വാട്ടി എടുക്കാം. ഇളക്കി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫ്ലെയിം ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കും, നമുക്ക് തിരിച്ച ഫ്ലെയിം മീഡിയം ആയിട്ട് ഇട്ടിട്ട് നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇപ്പോൾ എല്ലാവരും റെഡിയാക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പൊടിയങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ളത്. ഇപ്പം മുളക് എടുത്തിട്ടുണ്ട് ഞാൻ, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാനും വഴറ്റി എടുത്ത ഇതിലേക്കാണ് ഇട്ട് കൊടുത്താണിത്. അത് മൊത്തം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് കറക്റ്റായിട്ട് ആക്കിയിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ചിക്കൻ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കറക്റ്റായിട്ടിട്ട് എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മസാലപ്പൊടി ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി വെന്തതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് കഴിക്കാം. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് എൻ്റെ കൈ പൊള്ളണ്ടിട്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലൊരു ചിക്കൻ കറി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.